ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CS-നെ വീട്ടിലേക്ക് ക്ഷണിച്ച് രൂപ കാത്തിരിക്കുക. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വരികയാണെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ അവിടെയും ഇവിടെയും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ CS അവിടെ ഡ്രസ്സ് ഒക്കെ എടുത്ത് റെഡിയായി എല്ലാം ഓക്കെ ആകുന്നു. ഈ സമയത്ത് ഇവിടെ നമ്മുടെ യാമിന് തിരക്കിട്ട് അടുക്കളയിൽ ജോലിയും കാര്യങ്ങളും. അപ്പോഴേക്കും രൂപ അങ്ങോട്ടേക്ക് വന്ന് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ആയിക്കൊണ്ടിരിക്കുക മേഡം എന്ന് പറഞ്ഞു. ഞാനുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ മേഡം ആണല്ലോ ചേരുവകളൊക്കെ എടുത്ത് തന്നത്, പിന്നെന്താ, അതുകൊണ്ടേ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നേ എന്നൊക്കെ യാമിനി പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പല സമയത്തും ചന്ദ്രേട്ടൻ കൂടെ ഉള്ളപ്പോൾ പരിസരം മറന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ യാമിനിയോട് പറയാം. പിന്നെ കല്യാണിമോൾ കളിയാക്കുന്നതിൽ പറയാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, പരിസരം മറന്നു പോകും, അതുകൊണ്ടാണ് കല്യാണിമോൾ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞു. ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടേ ഇപ്പം ഇങ്ങനെ പരിസരം മറന്ന് നടന്നാലേ പിടിക്കപ്പെടത്തില്ലേന്ന് ചോദിച്ചു യാമിനി. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ മേഡം എന്ന് പറഞ്ഞു. ശരി മേഡം ഇതൊന്നൊക്കെ നോക്കിക്കേ എന്നും പറഞ്ഞ് അങ്ങനെ കയ്യിലേക്ക് കുറച്ച് കറിയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇത് മേഡത്തിൻ്റെ കൈപ്പുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് സാറിന് ഉറപ്പായി ഇഷ്ടപ്പെടും, അതുപോലെ മനസ്സറിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പേടിക്കാൻ പോകണ്ടെന്നും പറഞ്ഞ് അങ്ങനെ യാമിനി ഇതേ രൂപയെ കട്ട സപ്പോർട്ടാക്കി ഇങ്ങനെ നിർത്തുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് കയറി വന്ന് CS കോളിംഗ് ബെല്ലടിച്ചു. രൂപ വന്ന് വാതിൽ തുറന്നു. വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു. ഈ വീട്ടിലേക്ക് ആദ്യം കയറി വന്നതല്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടിരിക്കാം എന്ന് രൂപ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് 10-20 വർഷം മുൻപല്ലേ, അതിന് ശേഷം ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ എന്ന പോലെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് നമ്മുടെ രൂപ ചെന്ന് വാതിലങ്ങ് അടച്ചു. ആരെങ്കിലും കയറി വന്ന പ്രശ്നമാവുമല്ലോ. ഞാൻ ഇതുവരെ തന്നോട് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ മോൻ അറിയത്തില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെ നീ, അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, അവനെല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേക്കും നമ്മുടെ രൂപ ഞെട്ടി കേട്ടോ. അയ്യോ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അവൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് പറയുമ്പോൾ അപ്പം അത് ശരി, അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരുമിച്ച് പറ്റിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ തൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നോക്കണ്ടേന്ന് ചോദിച്ചു. എന്നാലും നമ്മൾ ഇത്രയ്ക്ക് പറ്റിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ പറ്റിക്കുന്നത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മക്കളറിഞ്ഞ ആകെ പ്രശ്നമാണ്, നമ്മളെ വീണ്ടും പിടിച്ച് കെട്ടിക്കുമെന്നോ എന്തൊക്കെ ചന്ദ്രേട്ടേ പറയുന്നതെന്ന് രൂപ ചോദിച്ചു. നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ച് അവൻ കെട്ടിക്കും. ഞാനത് തന്നോട് പറഞ്ഞല്ലേ, നമ്മുടെ കല്യാണം നടത്താനിരിക്കുക, നമ്മുടെ മക്കളും മരുമോളും ഒക്കെ അറിയാവോ തനിക്ക്, എന്തൊക്കെ നാണക്കേടാണോ മതിയെന്ന് രൂപ അന്നേരം പറഞ്ഞു. അതുകൊണ്ട് ആ നാണക്കേടൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ പോയേ പറ്റുമെന്നും പറഞ്ഞ് CS ഇങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയാണ്. കല്യാണി ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കിരൺ വന്നു. അതെ, കാരണം അവരിപ്പോൾ നമ്മളെ ഒന്നും വിളിക്കാതെ ഇവിടെ കറങ്ങി നടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മളോടൊന്നും പറയാതെ ആ അൺനോൺ നമ്പറുകാരിയെ തേടി ഇങ്ങനെ നടക്കുമായിരിക്കുമോ എന്നൊക്കെ കിരൺ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഇപ്പോൾ അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞെന്ന് കല്യാണി അന്നേരം ചോദിച്ചു. എന്തായാലും അച്ഛന് മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ കിരണം സമ്മതിച്ചത്. അന്ന് നമ്മൾ ചെന്നപ്പോഴും നല്ല കളർഫുൾ ഷർട്ടൊക്കെ ധരിച്ചല്ലേ അച്ഛൻ പുറത്തേക്ക് വന്നത്, എന്തോ കള്ളക്കളിയുണ്ട്, അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കിരണേട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് അമ്മയെ കാണാൻ ഇന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അതെ, അന്നീ പോയിട്ട് വാ, എന്തായാണെന്ന് അറിയാമല്ലോ. പക്ഷേ എനിക്കും വരണമെന്നുണ്ട് കല്യാണി, ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, അമ്മ നിങ്ങളും മക്കളുമായിട്ട് പെട്ടെന്ന് ഒന്നിക്കണ്ട എന്ന് പറഞ്ഞത് ആർക്കും ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് കല്യാണി അന്നേരം പറഞ്ഞു. അയലത്തുള്ള വന്യമൃഗങ്ങളെ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അച്ഛനെ പേടിച്ചായിരിക്കുമോ ചിലപ്പോൾ അവർ വരാത്തതെന്നൊക്കെ കല്യാണിയും ചോദിച്ചു. എന്തായാലും അച്ഛനൊട്ടും മോശക്കാരനൊന്നും അല്ലാട്ടെ കിരണേട്ടാ, ആ മൈക്കിളെന്ന് പറഞ്ഞ കൊലയാളിയെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അതെ, അവനെയൊക്കെ ഇനി എന്ത് ചെയ്യാനാ കല്യാണി, അവനെയൊക്കെ കൊല്ലുക തന്നെ വേണം. മൈക്കിളിനെ കൊന്നിട്ട് ചെവി അറിയാതെ അവനെ മറവ് ചെയ്തില്ലേ, എന്നിട്ട് കാര്യങ്ങളെല്ലാം അച്ഛൻ വരുത്തിയില്ലേ. മനുഷ്യരെ കൊന്നു രസിക്കുന്നവനാണ് അവനെ അതുപോലെ തന്നെ ചെയ്യണം. പിന്നെ ഈ ബഗാസുരൻ എന്ന് പറയുന്നവൻ ഇനി കൂടുതൽ കളിച്ചാൽ മൈക്കിളിനെ കൊന്നു കെട്ടിത്തൂക്കിയതുപോലെ ബഗാസുരനെയും അച്ഛൻ കൊന്നു കെട്ടിത്തൂക്കും, അതിന് സംശയമൊന്നും വേണ്ട എന്ന് നമ്മുടെ കിരൺ കല്യാണിയോട് പറഞ്ഞു. ഏതായാലും എന്നെ കിരണേട്ടൻ വീട് വരെ ഒന്ന് കൊണ്ടാക്കുക, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കല്യാണി പോകാനായിട്ട് തുടങ്ങുന്നു. ഈ സമയത്ത് അവിടെ കൈ നിറച്ച് ഭക്ഷണങ്ങൾ എടുത്തു കൊടുത്തു. അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് യാമിനി ഇവർക്ക് വിളമ്പി കൊടുക്കുന്നു, പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ സാർ എന്തിനാ അങ്ങോട്ട് പോകണേ, ഇവിടെ നിന്നാൽ പോരെ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൂടെ, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇവരിതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ആരാണെന്നുള്ള വെപ്രാളത്തിൽ ഇവർ ടെൻഷനോടെ ഇരിക്കുക. യാമിനി വന്നപ്പോഴത്തേക്കും ഡോറ്
തുറക്കുന്നതിന് മുമ്പ് ജനലിലൂടെ നോക്കി ആരാണെന്ന്. നോക്കിയപ്പോൾ കല്യാണി മോളെ കണ്ട് ഞെട്ടി യാമിനി തിരിച്ചിവരുടെ അടുത്തേക്ക് ഓടി. അപ്പോൾ കല്യാണിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്, ചന്ദ്രേട്ടൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എന്തിനാടോ വിഷമിക്കുന്നത്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാന്നേ, പിന്നെ മോള് വന്ന് പോയതിന് ശേഷം കഴിക്കാമല്ലോ എന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കാം. പെട്ടെന്നാണ് CS അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും യാമിനി ചെന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ കല്യാണി അവിടെ വന്ന് നിൽക്കുന്നു. ആഹാ, ആരേത് മോളായിരുന്നോ എന്നും ചോദിച്ച് യാമിനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കല്യാണിയെ വിളിക്കുമോ നമ്മുടെ രൂപ. അപ്പോൾ വാ മോളെ വന്നിരിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ സമയത്താണല്ലോ ഞാൻ വന്നതെന്ന് കല്യാണി പറഞ്ഞു. ആഹാ, ഇതെന്താ 2 പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അയ്യോ ഒന്നും പറയണ്ട, ഞാനും കൂടി ഇരിക്കണമെന്നും ഇരുന്ന് കഴിക്കണമെന്നും മേഡത്തിന് ഒരേ നിർബന്ധമാണെന്ന് പറഞ്ഞു യാമിനി. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, മോൾക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് പറച്ചില്ല, ചേച്ചിക്ക് വേണ്ടിയല്ലേ വിളമ്പി വെച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് കല്യാണി ചോദിച്ചു. ഇനിയിപ്പോൾ മേഡത്തിനൊപ്പം മോള് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ശരിയാ, മോള് കഴിക്കാൻ പറഞ്ഞു. അടുക്കളക്കാരി പിന്നെ കഴിച്ചോളാവെന്നും യാമിനി പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ കല്യാണി എഴുന്നേറ്റ് എന്നിട്ട് ചേച്ചി ഒരിക്കലും അടുക്കളക്കാരി അല്ലെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ചോദിച്ചു, മോളെന്താ പെട്ടെന്ന് ഓടി വന്നത്, വിളിക്കാതെയെന്ന് അമ്മ. അപ്പോൾ അമ്മയൊന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ട് വന്നതാ. അപ്പോൾ എന്നെ മോള് കഴിക്കുക എന്നും പറഞ്ഞിട്ട് കല്യാണിയോട് കഴിക്കാൻ പറഞ്ഞു. കല്യാണി വയറ് നിറയെ കഴിക്കുന്നു. അപ്പോൾ എൻ്റെയും ചന്ദ്രേട്ടൻ്റെയും ഇടയിലേക്ക് മക്കളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം, വളരെ സന്തോഷമാണ്, അതിൽ പരം ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാനില്ലല്ലോ എന്നൊക്കെ ഇരുന്ന് രൂപ ചിന്തിക്കുമ്പോൾ അമ്മേ എന്തു പറ്റി, എന്താ അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനേ എല്ലാം അറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. പെട്ടെന്നാണ് CS ഓടിക്കതച്ച് മുറിയിലേക്ക് എത്തുന്നത്. മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ CS-ൻ്റെ ഷർട്ടൊക്കെ മുറിയിൽ കിടപ്പുണ്ട്. ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ, മോളങ്ങാനും കണ്ടുപിടിക്കുമോ, ആകെ വേർത്തൊലിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ബഗാസുരനും ഫാമിലിയും കൂടി ചേർന്ന് രൂപയുടെ വീടിൻ്റെ മുന്നിലേക്ക് വരിക. അപ്പോഴേക്കും ഇവരെ ഭാര്യയും മകളെയും അവിടെ ഇറക്കി വിട്ടിട്ട് അവരോട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടെ വന്നത് ആരും അറിയാൻ പാടില്ല എന്ന് രാഹുൽ പറയുക. എന്താ ഈ പറയുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രൂപയുടെ അടുത്തേക്ക് പോകാം, അതാണ് സേഫ് എന്നുള്ള കാര്യമൊക്കെ രാഹുൽ പറഞ്ഞു. അത് ശരിയാണെന്ന് മനു സമ്മതിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി താമസിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇവിടെ താമസിച്ചോളാമെന്ന് പറഞ്ഞു. എന്തിനാ ഇവിടെ താമസിക്കുന്നത്, വെറുതെ എന്തിനാ അതിനൊക്കെ റെൻറ്റ് കൊടുക്കുന്നത്, അവിടെ പോയി താമസിച്ചൂടെ, അതല്ലേ നമ്മുടെ വീടെന്നൊക്കെ രാഹുൽ ചോദിച്ചപ്പം ഇനി അങ്ങനെ ചെന്ന് നിന്നാലും നമ്മൾ തോറ്റുപോകും, അല്ലെങ്കിലും തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് രാഹുൽ. ഇതുപോലൊരു അച്ഛനുണ്ടെങ്കിലേ തൊപ്പിയിടും, നിങ്ങളിങ്ങോട്ട് ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് സാരി ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം രാഹുൽ എല്ലാത്തിലും ഒരു നോട്ടം വേണമെന്നും പറഞ്ഞ് ശാരിയെ പറഞ്ഞേൽപ്പിക്കാം. മനുവിന് ഭയങ്കര സന്തോഷം, മനു തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെ ഇവർ പോകാൻ തുടങ്ങിയപ്പം രാഹുൽ മനുവിനോട് എന്തൊക്കെയോ പറയുന്നു. ആ സമയത്ത് രാഹുൽ അങ്ങ് പോകാൻ തുടങ്ങുന്നു. അച്ഛൻ്റെ കുറ്റമായിട്ട് വന്ന് മനു ഇവരുടെ ചെവിയിൽ പറയാതെ അച്ഛൻ എന്തൊക്കെയോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന്, ഇന്ന് എന്തൊക്കെ സംഭവിക്കുമോ എന്തോ എന്നും പറഞ്ഞോട്ടാട്ടോ രാഹുൽ പോകുന്നത്. രാഹുലിന് പേടിയാണ്, പക്ഷേ സ്വയം ജീവൻ നോക്കേണ്ടത് കൊണ്ടാണ് മാറിയത്. ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് പറയുവാണ്, അച്ഛൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനു വീണ്ടും സരയുവിനോടും അമ്മയോടും പറയുന്നു. അതെ അമ്മേ, മനുവേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അച്ഛൻ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കരുതെന്ന് അച്ഛൻ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാഹുലിൻ്റെ ഫോൺ വന്നു. വ്രതം തെറ്റിക്കരുത് മോളോടും മരുമോനോടും പറയണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞോളാം, വെച്ചിട്ട് പോ മനുഷ്യാന്ന് പറഞ്ഞുകൊണ്ട് ശാരി ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ശാരി ഇത് മക്കളോട് പറഞ്ഞു. അപ്പോൾ അച്ഛന് നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കുന്ന ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങേരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുന്നത്, അങ്ങേരോട് പോയി പണി നോക്കാൻ പറയാനൊക്കെ ശാരി പറയാം. എന്നിട്ട് ശാരി ഇയാൾ എൻ്റെ പൊന്നെ, ഇയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാൽ എൻ്റെ പൊന്നുമക്കളെ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല, നിങ്ങൾ കല്യാണത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ഓരോ വേലത്തരങ്ങളോ ഒപ്പിച്ചാലുണ്ടല്ലോ നിങ്ങളത് മൈൻഡ് ചെയ്യാനേ പോവണ്ടെന്ന്. എന്തായാലും മനുവേട്ടൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അച്ഛനൊരു ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സരയും മോള് എന്നും പറഞ്ഞ മോളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നേരത്തേക്ക് മനു അകത്തേക്ക് കയറിപ്പോയി. ഇതുപോലൊരു മരുമോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, അവളുടെ അച്ഛനെ പോലെ ഓരോരുത്തൻ എൻ്റെ ഭർത്താവായി കിട്ടിയത് എൻ്റെ ഭാഗ്യക്കേടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോണു ശാരി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രൂപയും അതുപോലെ തന്നെ യാമിനിയും കൂടെ അവിടെ നിന്ന് കല്യാണിയോട് സംസാരിക്കുകയാണ്. ചേരുവകൾ ചേർത്തത് മേഡമാണെന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഒരു ദിവസം അമ്മയുണ്ടാക്കിയ കറികളൊക്കെ അച്ഛന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മയുണ്ടാക്കിയിരുന്ന കറികളുടെ ടേസ്റ്റ് ആണെന്ന് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ കല്യാണി അവിടെ നിന്ന് ഇങ്ങനെ വിശേഷങ്ങൾ പറയുന്നു. അങ്ങനെ അച്ഛനെ വിളിക്കാറില്ലേ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കല്യാണി ചോദിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നത് തപ്പി നടക്കല്ലേ അദ്ദേഹം, അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ ശല്യത്തിന് പോകാറില്ല എന്ന് രൂപ അന്നേരം കല്യാണിയോട് പറഞ്ഞു.
ആ നമ്പറിൽ നിന്ന് വിളി വരാത്തത് കൊണ്ട് സാറിനിപ്പോൾ വലിയ വിഷമമായിരിക്കും എന്നൊക്കെ യാമിനി. ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അച്ഛൻ ഇപ്പോഴേ ഭയങ്കര ഹാപ്പിയാ, അതെന്താണെന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ രൂപയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. കല്യാണി ഇങ്ങനെ നോക്കുക കേട്ടോ, എന്തായിരിക്കാം അമ്മയുടെ ഭാവമാറ്റം എന്നുള്ളൊരിതിൽ. യാമിനി അന്നേരം ഈ അൺനോൺ നമ്പർ എവിടെ നിന്നാണെന്ന് സാറ് കണ്ടുപിടിച്ച് കാണുമോ എന്നൊക്കെ യാമിനി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എന്നോടും കിരണേട്ടനോടും അച്ഛൻ പറയേണ്ടതല്ലേ, പക്ഷേ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ മോളെ, അത് കേട്ടാൽ മതി എനിക്കെന്ന നേരെ രൂപ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞിങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ് കല്യാണി. പെട്ടെന്ന് നമ്മുടെ യാമിനി ചെന്ന് വാതിൽ തുറക്കാൻ നേരത്തെ ഇങ്ങനെ നോക്കിയപ്പം ദേ ബഗാസുരം വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് കല്യാണിയോട് പറഞ്ഞു മോൾ ഒളിച്ച് നിൽക്കാൻ. വേഗം തന്നെ രൂപ കല്യാണി ഒളിപ്പിച്ച് നിർത്തി. എന്നിട്ട് യാമിനോട് ചെന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞു. യാമിന് ചെന്ന് വാതിൽ തുറന്നപ്പോഴേക്കും ഒരു വലിച്ച ചിരിയും ചിരിച്ചിങ്ങനെ കയറി വരുക രാഹുൽ. അപ്പം നിനക്കെന്താടി എന്നെ കണ്ടപ്പോൾ ഒരു പുച്ഛം എന്ന് യാമിനോട് ചോദിച്ചു. അല്ല, ഞാൻ നിങ്ങളെ തൊഴാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു യാമിനി. ഭാര്യയും മോളും മരുമോനും ഒക്കെ ആയിട്ട് ടൂറിലേക്കാണെന്നൊക്കെ അറിഞ്ഞിരുന്നല്ലോ, പിന്നെ എപ്പോൾ വന്നു എന്ന് ചോദിച്ചപ്പം ഞാൻ വരുന്നതും പോകുന്നതൊക്കെ നിന്നെ അറിയിക്കണോടി എന്ന് ചോദിച്ചു ഈ രാഹുൽ. അപ്പോഴേക്കും നമ്മുടെ രൂപ അങ്ങോട്ടേക്ക് വന്നു. എൻ്റെ ബാഗൊക്കെ കാറിലിരിപ്പുണ്ട്, എടുത്ത് അകത്ത് വയ്ക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാഗോ എന്ന് യാമിനി. എന്താ ബാഗെന്ന് നീ കേട്ടിട്ടില്ലേ, എടുത്ത് അകത്ത് വയ്ക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പം എടി പോടി എന്നൊക്കെ മേഡം പോലും എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് യാമിനി അന്നേരം ദേഷ്യപ്പെട്ടു. പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുള്ളിച്ചാടി അങ്ങ് പോവാം. ഈ സമയത്ത് രാഹുൽ രൂപയെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ രൂപ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. ഏട്ടനെന്താ ബാഗൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ? അപ്പോഴേക്കും എന്നെ തേടി സേനൻ എന്ന് പറയുന്നതിന് പിന്നാലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മാറി നിന്നത് നിനക്കറിയാലോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് നിനക്കൊപ്പം കുറച്ച് ദിവസം താമസിക്കാമെന്ന് കരുതിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം. അതിപ്പോൾ എന്താ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം രാഹുൽ. എനിക്കെന്ത് ബുദ്ധിമുട്ട് വരാനായിട്ടാ, ഏട്ടൻ ഇവിടെ തന്നെയല്ലേ നിന്നിരുന്നതെന്ന് ചോദിച്ചു. ചിലപ്പോൾ വീണ്ടും എല്ലാവർക്കും കൂടി ചേർന്ന് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അത് മനോഹറിന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു രൂപ ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ അവനെ ആരാ ഇനി മൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ യാമിനി പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വരും. ഒരു ഇന്ന സാധനങ്ങളുണ്ട്, അപ്പോൾ എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇവളെ ഇവിടെ ഇങ്ങനെ നിർത്തി എങ്ങനെയാണ്, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ടു. രൂപ പറഞ്ഞു യാമിനി ഇവിടെ നിന്നൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഏട്ടാന്ന്, എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് രൂപ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് കേട്ടില്ലേന്ന് യാമിനി ചോദിച്ചിട്ട് യാമിനി അകത്തേക്ക് കയറിപ്പോയി. യാമിനി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ രൂപേ നീയാ ഇതുപോലെയുള്ള പാഴുകളെയൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങനെയൊന്നും പറയരുത്, അവളും മിടിക്കുകയാണെന്ന് രൂപ അന്നേരം പറഞ്ഞു. ഓരോന്നിങ്ങനെ വളവള എന്ന് സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണെന്നും പറഞ്ഞപ്പോൾ സൂക്ഷിക്കണം ഇത്തരം ആൾക്കാരെന്ന് രൂപയോട് CS പറയാം. അത് കേട്ടപ്പോൾ രൂപയ്ക്ക് ദേഷ്യം വന്നു. ഏട്ടൻ എന്തിനാ ഈ ചന്ദ്രസേനെ കൊല്ലാനും തല്ലാനൊക്കെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും രൂപയെ ഇങ്ങനെ തുറച്ച് നോക്കുവാണ്. അയാളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് രൂപ. ഓഹോ ഇപ്പം അങ്ങനെയായോ, അവൻ മരിക്കണമെന്ന് എന്നെക്കാളും ആഗ്രഹിച്ചത് നീ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതെ ഞാൻ തന്നെയാണ്, പക്ഷേ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിരണും സോണിയും കല്യാണിയൊന്നും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ രൂപ പറയുക. ഇനി ഈ പ്രായത്തിൽ എന്തിനാ കോടതിയും കേസും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പം അതൊന്നും എനിക്ക് പ്രശ്നമല്ല രൂപേ, അവൻ ജീവിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആപത്താണെന്നുള്ള കാര്യം രാഹുൽ പറയണം. അത് ഒഴിവാക്കാൻ അവൻ തീർന്നേ പറ്റുമെന്ന് തന്നെ തറപ്പിച്ച് രാഹുൽ പറയുമ്പോൾ ഇത് കേട്ടിങ്ങനെ പേടിച്ചു ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രൂപ. അത്തരം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.